ഇന്നത്തെ വീഡിയോയിൽ ബിറ്റ് കോയിൻ അതുപോലെ തന്നെ ETH, ലൈറ്റ് കോയിൻ ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസികൾ എങ്ങനെയാണ് നമ്മുടെ ക്യാഷ് ആക്കിയിട്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുന്ന സിസ്റ്റമാണ് ഞാൻ കാണിച്ചു തരുന്നത്. പേടിഎമ്മിലേക്കും ഡയറക്റ്റ് മാറ്റാൻ കഴിയുന്ന മറ്റ് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മസ്റ്റായിട്ട് പിന്നെ പാൻ കാർഡ് വേണം. പാൻ കാർഡ് വെരിഫിക്കേഷൻ മസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ ആരെന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്താൽ മതി. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. KYCയും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് പോയിട്ട് അവിടെ നിന്ന് എങ്ങനെ ക്രിപ്റ്റോ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്ത് ക്യാഷാക്കി മാറ്റുക എന്നുള്ള 2 വീഡിയോ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞ് ലെങ്ത്ത് കൂട്ടുന്നില്ല, അല്ലെങ്കിൽ തന്നെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസികളൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റി അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ഇട്ടേക്കുക, ടെലഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എങ്ങനെ ക്രിപ്റ്റോ കറൻസികൾ പിന്നെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പല ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അത്ര പവർഫുൾ ആയത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ക്രിപ്റ്റോ കറൻസികളും നമുക്ക് പിന്നെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ലിങ്ക് തന്നെ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. അപ്പോൾ അതിന് ഭാഗത്തിലുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. ശേഷം പിന്നെ ആ വരുന്ന OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ശേഷം നിങ്ങളൊരു പിൻകോഡ് സെറ്റ് ചെയ്യണം. 4 അക്ക പിൻകോഡ്. ഈ ഒരു പിൻകോഡ് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു 4 അക്ക പിൻകോഡ് നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം അത് കൺഫേം ചെയ്യുക. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ സൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ റെഫർ ലിങ്ക് വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 50 രൂപ സൈൻ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് റെഡീം ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ റെഫർ ലിങ്ക് വഴി കയറിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ റെഫർ ലിങ്ക് വഴിയല്ല കയറിയത്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലുള്ള വാലറ്റിലേക്ക് നിങ്ങളിവിടെ ഉള്ള പിന്നെ കോയിൻസ് ആണെങ്കിൽ ഇതിലേക്ക് സെൻഡ് ചെയ്യുക. ശേഷം ഇതിൽ നിന്ന് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു KYC കംപ്ലീറ്റ് ചെയ്യണം. അതിനിവിടെ അൺലോക്ക് വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിടെ ലോക്കായിട്ടാണ് കിടക്കുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അൺലോക്ക് വാലറ്റ് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആദ്യം ബേസിക് വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ പാൻ കാർഡ് വെരിഫിക്കേഷൻ ഉണ്ട്. പാൻ കാർഡ് മസ്റ്റാണ്. പിന്നെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ട്, അത് ആധാർ മതിയാവും. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ബേസിക് വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫുൾ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID എന്നിവ കൊടുക്കുക. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ പേരും കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആധാറിൻ്റെയും അതുപോലെ തന്നെ പിന്നെ പാൻ കാർഡിൻ്റെയും അതിലുള്ള പിന്നെ നെയിമും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന പിന്നെ പാൻ കാർഡിൻ്റെ പിന്നെ പാൻ കാർഡിലുള്ള നെയിമും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിയറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പേരൊക്കെ ഇനിഷ്യലടക്കം ക്ലിയറായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഒരു പിന്നെ ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ ആ കോഡ് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു പിന്നെ കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് പോയി നോക്കിയാലും കാണാം, ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ക്ലിയറായിട്ട് ഈ നമ്പർ നമുക്ക് ഈ ഒരു വന്ന വെരിഫിക്കേഷൻ കോഡ് ജസ്റ്റ് ഇവിടുന്ന് നോക്കിയിട്ട് അത് ക്ലിയറായിട്ട് ഇവിടെ തെറ്റാതെ ഇവിടെ അടിച്ചു കൊടുക്കുക. അത്രയും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് വെരിഫിക്കേഷന് ഫില്ലാവുന്നതായിരിക്കും. ഇത്രയാണ് ഇതിലുള്ള ബേസിക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് പിന്നെ ക്ലിയറായിട്ട് അടിച്ചു കൊടുക്കുക. അവിടെ സബ്മിറ്റ് എന്നുള്ള പിന്നെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ബേസിക് വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇവിടെ പച്ച കളറിൽ കാണാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് പാൻ കാർഡ് വെരിഫിക്കേഷനാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം.
അവിടെ പാൻ കാർഡ് വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡായിട്ട് വരുന്നതായിരിക്കും. ഇതിൽ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ പിന്നെ പാൻ കാർഡ് തന്നെ കൊടുക്കണം, കോപ്പി ഒന്നും കൊടുത്താൽ റെഡി ആവത്തില്ല. പിന്നെ വേറെ ഇതിൽ പറയുന്ന കയ്യിലിങ്ങനെ പിടിച്ച് തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഗ്യാലറിയിൽ നിന്ന് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. കയ്യിൽ അവിടെ കാണിക്കുന്ന പോലെ തന്നെ ഫോട്ടോ എടുക്കണം. ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറേൻ്റെ പെർമിഷൻ അലോ ചെയ്യാൻ പറയും. ഇവിടെ എനേബിൾ ക്യാമറ എന്ന് ക്ലിക്ക് ചെയ്യുക, പെർമിഷൻ അലോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാൻ കാർഡ് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ കയ്യിൽ ക്ലിയറായിട്ട് പിടിച്ചിട്ട് അപ്പോൾ ഇത് ക്ലിയറായിട്ട് നമ്മൾ എന്തേക്കണം, ഇതുപോലെ കയ്യിൽ പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു പാൻ കാർഡ് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഫ്രണ്ട് നമ്മൾ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗം ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ലോഡാവുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് ഭാഗം ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പാൻ കാർഡിൻ്റെ ബാക്ക് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ചതിൻ്റെ ശേഷം നിങ്ങൾ എന്താക്കുക, ഒന്ന് ഫോട്ടോ എടുക്കുക. അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് ഫോട്ടോ എടുക്കണം. അതിൽ ക്ലാരിറ്റി വരാൻ പിന്നെ വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ ക്ലിയറായിട്ട് ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം അവിടെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം അത് പെൻഡിങ് ആണ്. പിന്നെ അടുത്തത് നമുക്കെന്ന് പറയുമ്പോൾ പിന്നെ മൂന്നാമത്തെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്, വോട്ടർ ID ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആധാർ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് തന്നെ ചൂസ് ചെയ്യാം, അതായിരിക്കും എളുപ്പം. ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻ കാർഡിന്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പിന്നെ ഫ്രണ്ട് ഭാഗം ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും. പാൻ കാർഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പിന്നെ ഫ്രണ്ട് ഭാഗം പിന്നെ ഈ ഒരു ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗം അത് ക്ലിയറായിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്ക് ഭാഗം ജസ്റ്റ് ഒന്ന് പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ എടുക്കുക. ആധാറിൻ്റെ ബാക്ക് ഭാഗം ക്ലിയറായിട്ട് ഫോട്ടോ എടുത്തിട്ട് അതും സബ്മിറ്റ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിലുള്ള വെരിഫിക്കേഷൻ. ഇത് ക്ലിയറായിട്ട് ചെയ്യുക. ഇതിൽ വെരിഫിക്കേഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്രിപ്റ്റോ കറൻസി അല്ല, ഇത് കറൻസി ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ വെരിഫിക്കേഷനൊക്കെ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ വെരിഫൈ ആവുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ ഫേസ് ഫോട്ടോ എടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ആരെ പിന്നെ ഐഡൻറ്റിറ്റിയാണോ കൊടുത്തിട്ടുള്ളത് അവരുടെ ഫേസ് ചൂസ് ചെയ്യാനുള്ളൊരു പിന്നെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ ഓൺ ആവും. ജസ്റ്റ് പിന്നെ സെൽഫി എടുക്കുക. അങ്ങനെ സെൽഫി എടുത്തതിൻ്റെ ശേഷം സബ്മിറ്റ് ചെയ്യുക. അത്രമാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഫുള്ള് ടിക്ക് മാർക്ക് വന്ന് 100% കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ KYC വെരിഫിക്കേഷൻ ഫില്ലായിട്ടുണ്ട്. ഇങ്ങനെയാണ് KYC വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യുക. ഇനി ഇതിലെങ്ങനെ ബൈ ആൻഡ് സെല്ലൊക്കെ നമ്മൾ ഇതിലെങ്ങനെ ഇന്ത്യൻ റുപ്പി ആക്കുന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ബാക്ക് അടിക്കുന്നുണ്ട്. ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാം KYC കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് വാലറ്റിലാണോ നമ്മുടെ ക്രിപ്റ്റോ കറൻസികളുള്ളത് ആ കറൻസികളൊക്കെ ഇതിലുള്ള വാലറ്റിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക. ആ സെൻഡ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. ഇതിലെല്ലാം ഇപ്പോൾ ഞാൻ ബിറ്റ്കോയിൻ എടുക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിതിലേക്ക് ആ ഒരു വാലറ്റ് ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ ഒരു ഡയറക്റ്റ് വാലറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾ എവിടെയും മെയിൻ ചെയ്യുന്നിടത്തൊന്നും കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ട്രസ്റ്റ് വാലറ്റ്, കോയിൻ ബേസ് പോലത്തെ ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഈ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നിങ്ങൾ പിന്നെ ആ കോയിൻസൊക്കെ സെൻഡ് ചെയ്യുക. അതിൻ്റെ ശേഷം ഇതിൽ നിന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ പ്രൊഫൈലിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് നമ്പർ, പിന്നെ ആ കൺഫേം നമ്പർ, അതുപോലെ തന്നെ IFC കോഡ് കൊടുക്കുക. കറൻറ്റ് അക്കൗണ്ട് ആയിരിക്കും എല്ലാവരും. കറൻറ്റ് അക്കൗണ്ട് കൊടുക്കുക. ശേഷം അതൊക്കെ ഇവിടെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ എന്താക്കുക, സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടെ നമ്മുടെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡായി. ശേഷം നമ്മൾ തുടക്കത്തിൽ കൊടുത്ത പിൻ കോഡ് എൻ്റർ ചെയ്യുക. നമ്മുടെ പിന്നെ നമ്മൾ കൊടുത്ത ഒരു പിന്നെ എന്താ പറയുക ഇമെയിൽ IDയിലേക്കൊരു പിന്നെ പിൻ കോഡ് വരുന്നതായിരിക്കും. നമ്മളൊരു OTP വരും. ആ OTPയും കൂടി ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മളിതിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്ന ക്യാഷൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി എടുക്കുക. ബിറ്റ്കോയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് സെൻഡ് ചെയ്ത ക്യാഷൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമുക്കിവിടെ ബിറ്റ്കോയിൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 100 രൂപ ഒക്കെ കൊടുത്തിട്ട് 100 രൂപ തൊട്ടിട്ടാണ് ഇത് തുടങ്ങുന്നത്. 100 രൂപ ഒക്കെ തൊട്ടിട്ട്
പിന്നെ 5000 എത്ര രൂപ വരെ നമുക്കിതിൽ പിന്നെ ക്യാഷ് ചെയ്യാൻ പിന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ 100 രൂപയ്ക്ക് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാനുള്ള ഓപ്ഷനാണ്. പക്ഷേ ഇവിടെ പ്രിവ്യൂ ബൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 100 രൂപക്കുള്ള കോയിന് നമുക്ക് വാങ്ങാൻ പറ്റും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാം. 110 കഴിഞ്ഞത് പിന്നെ നമുക്ക് 10 രൂപ ലാഭമാണല്ലോ. അങ്ങനെ ഇതുപോലെ ഇനി എങ്ങനെയാണ് ഇത് സെല്ല് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇനി ഇവിടെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ കാണാം. ഞാൻ ബിറ്റ് കോയിൻ എടുക്കുകയാണ്. ബിറ്റ് കോയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ സെല്ല് പിന്നെ നമുക്കിവിടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യാം. വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് വാലറ്റിലാണോ ക്യാഷ് ഉള്ളത്, കോയിൻ ബേസിൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് സെൻഡ് ചെയ്യുക. ഈ ഒരു അഡ്രസ്സിലേക്ക് ഇത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് സെൻഡ് ചെയ്യാം. ഇതിലേക്ക് സെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ല് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെല്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ബൈ ഉണ്ട്, സെല്ലും ഉണ്ട്. ആ സെല്ല് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള പിന്നെ ക്യാഷ് എത്രയെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ 0 BTC ആണ്. അപ്പോൾ ഇതിൽ എത്രയാണോ നിങ്ങൾ ഇതിലേക്ക് സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ അതേ ക്ലിയർ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ 0.00 അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ പിന്നെ സെല്ല് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ മുകളിൽ ഇവിടെ വാലറ്റിലേക്ക് ആ ഒരു ക്യാഷിൻ്റെ പിന്നെ വാല്യൂ ഇവിടെ വരുന്നതായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ പിന്നെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ അത് നമ്മളെ ഈ മെയിൻ വാലറ്റിൽ ഏറ്റവും മുകളിൽ ഇവിടെ ക്യാഷ് ആഡ് ആവുന്നതായിരിക്കും. ഇത് നമുക്ക് ഇവിടുന്ന് റെഡീം ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. അതിനായിട്ട് നിങ്ങളിവിടെ ഇന്ത്യൻ റുപ്പി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ഓർഡർ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള ക്യാഷ് ഡയറക്റ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ വിഡ്രോ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി ഞാൻ കരുതുന്നു. ഇതിലുള്ള വാലറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ ഇപ്പോൾ എന്തുണ്ട്, കുറച്ച് ബിറ്റ് കോയിൻ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇതിലുള്ള ബിറ്റ് കോയിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സെല്ല് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെല്ല് ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ മെയിൻ വാലറ്റിലേക്ക് ഇന്ന് അതിനെത്ര വാല്യൂ ഉണ്ടോ അത്ര രൂപ വരുന്നതായിരിക്കും. ആ രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളതിൽ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. നിമിഷങ്ങൾക്കകം തന്നെ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി ഫസ്റ്റ് മുതൽ കണ്ടു നോക്കുക. അല്ലെങ്കിൽ തീരാത്ത സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.